പ്രിയപ്പെട്ടവരെ, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ അവരെ സൈനിക നീക്കത്തിലൂടെ പരാജയപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആണവായുധം ഇറാന് നേരെ ഉപയോഗിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. മാത്രമല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. എന്നാൽ കൃത്യമായി പറയാം, ഇറാനെതിരെ ആണവായുധം ഉപയോഗിക്കാൻ തന്റേടമുള്ള അമേരിക്കയോ ഇസ്രയേലോ ഇന്ന് ഭൂമുഖത്തില്ല എന്ന് കൃത്യമായി പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യമായി ഇക്കാര്യം പറയുന്നത്? പ്രധാനമായും 2 പോയിന്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ കാര്യം, ഇറാന്റെ കരങ്ങളിൽ ആണവായുധം ഇല്ല എന്ന് തീർത്തു പറയാൻ അമേരിക്കക്ക് കഴിയില്ല. യഥാർത്ഥത്തിൽ ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കിയതായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അവിടെയുള്ള പല ആയുധങ്ങളും സ്ഥിരീകരിക്കപ്പെടാത്തതാണ് എന്ന് അമേരിക്കക്കും ഇസ്രയേലിനും നന്നായി അറിയാം. അങ്ങനെ ഒരു ആണവായുധം ഇറാന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ മാത്രമുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുമെന്നതിൽ സംശയമില്ല. നിലവിലെ യുദ്ധത്തിൽ 1-ന് 1.5 എന്ന രീതിയിലാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പരിഭ്രാന്തനായിക്കൊണ്ട് ഓരോ പ്രസ്താവനകളും മാറ്റിയും തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ലോകത്തുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. ഇറാനിൽ നിന്ന് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ അമേരിക്കയിലെ ജനങ്ങളും ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹം ഇറാനെതിരെ നടത്തിയ ഈ നീക്കങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കും, ഇറാനെതിരെ ഒരു ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇറാന് തിരിച്ചടിക്കാൻ കഴിയുക എന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആണവായുധം ഇമ്പാക്ട് ചെയ്യുന്നത് ഭൂമുഖത്തായിരിക്കും. ഭൂമിയുടെ അകത്തളങ്ങളിൽ നിൽക്കുന്ന ബങ്കറുകളിൽ മിസൈലുകളെ തകർക്കാനോ അല്ലെങ്കിൽ ഇറാന്റെ സൈനിക സംവിധാനത്തെ തകർക്കാനോ ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ട് ആവില്ല എന്ന കാര്യം അമേരിക്കൻ സൈനികർക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിനെ ചാരമാക്കാൻ അടുത്ത ആയുധങ്ങൾ ചീറിപ്പായുമെന്നതിൽ സംശയമില്ല. നിലവിൽ ഇറാന്റെ കയ്യിൽ പലതരം മിസൈലുകളുണ്ട്. ആ കൂട്ടത്തിൽ ഇസ്രയേലിനോ അമേരിക്കക്കോ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കോ തടുക്കാനോ കാണാനോ കഴിയാത്ത രൂപത്തിലുള്ള മിസൈലുകളുണ്ട്. ഈ മിസൈലുകളാണ് ഇറാന്റെ ആണവ വാർഹെഡുകൾ വഹിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇസ്രയേലിനെ തകർത്തെറിഞ്ഞിരിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കടുങ്കൈ ചെയ്താൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ച് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ ഒരു പണിക്ക് അമേരിക്കയോ ഇസ്രയേലോ നിൽക്കുകയില്ല. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സൈനിക നടപടിയിലൂടെ ഇറാനെ കീഴ്പ്പെടുത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ് എന്ന് ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും പറയാൻ കഴിയും. അത്രമാത്രം വലിയ കഷ്ടപ്പാടാണ് ഇപ്പോൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭരണമാറ്റമായിരുന്നു, അതുപോലെ മിസൈൽ സംവിധാനങ്ങൾ തകർക്കലായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല, ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നാണ്. ഹോർമുസ് കടലിടുക്ക് യഥാർത്ഥത്തിൽ യുദ്ധത്തിന് മുമ്പ് തന്നെ തുറന്നു കിടക്കുകയായിരുന്നു. അത് അടക്കാൻ കാരണമായത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക ഇടപെടലാണ്. എന്നാൽ അത് തുറക്കലാണ് അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഇപ്പോൾ അവിടെ നിന്നും മാറിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ കൊണ്ടുവന്നോളൂ എന്ന തലങ്ങളിലേക്ക് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനാണ് 100% യുദ്ധത്തിൽ തോറ്റോടി പരാജയപ്പെട്ടു എന്ന് പറയുക. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നതാണ് ഇപ്പോൾ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആണവായുധം ഉപയോഗിക്കാൻ അമേരിക്കയോ ഇസ്രയേലോ തയ്യാറാവുകയില്ല. കാരണം ഇറാൻ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ഓപ്ഷനുകളും അവർ പരിഗണിച്ചിട്ടുണ്ട്. ഏതെല്ലാം ലക്ഷ്യങ്ങളെ ഇറാനിൽ ആക്രമിക്കും, അമേരിക്കയും ഇസ്രയേലും ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കും, അതിനനുസരിച്ച് കൃത്യമായ മറുപടി കൊടുക്കുക എന്ന പ്ലാൻ യുദ്ധത്തിന് മുമ്പ് തന്നെ തയ്യാറാക്കിയ രാഷ്ട്രമാണ് ഇറാൻ. അതായത് ഇറാനിലുള്ള ഏതെല്ലാം ലക്ഷ്യങ്ങൾ, എണ്ണ റിഫൈനറി ആക്രമിച്ചാൽ അവിടെയും എണ്ണ റിഫൈനറി 2 എണ്ണം ആക്രമിക്കുക, കറണ്ട് സംവിധാനങ്ങൾക്ക് ആക്രമണം നടത്തിയാൽ അവിടെയും ആക്രമിക്കുക, വെള്ളമാണെങ്കിൽ വെള്ളം, ഇങ്ങനെ തുടങ്ങി. അതുപോലെ ഇനി ആണവായുധം ഉപയോഗിച്ചാൽ തിരിച്ചും അത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇറാൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്നത് സംശയമില്ല. കാരണം അമേരിക്കയും ഇസ്രയേലും ആണവ ശക്തികളാണ്. അവരോട് ഈ ആണവ സംവിധാനമില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് അതെല്ലാം ശരിപ്പെടുത്തിയതിന് ശേഷം തന്നെ ആയിരിക്കും. പക്ഷെ അതൊരു ഔദ്യോഗികമായ പ്രഖ്യാപനമായിരിക്കില്ല. അതേസമയം ഇസ്രയേലോ അമേരിക്കയോ ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാന് മുന്നിൽ നിയമപ്രശ്നങ്ങളില്ല. അമേരിക്കയോ ഇസ്രയേലോ ആണവായുധം ഇറാന് നേരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തിരിച്ചുപയോഗിക്കുന്നിടത്ത് അവരെ തടയാൻ ലോകത്ത് നിയമമില്ല. പിന്നെ എന്തിന് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷേ അവർ ആക്രമിക്കുന്നതിന് മുമ്പ് അത്തരം ഒരു പ്രസ്താവന നടത്തിയാൽ ഇറാൻ അത് വലിയ പ്രതിസന്ധിയായി മാറും. ലോകതലങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രതിസന്ധിയായി മാറും. അവർക്കെതിരെ ഇപ്പോഴുള്ള ഉപരോധത്തിന്റെ എത്രയോ 10 മടങ്ങ് ഉപരോധങ്ങളും അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും
പോലും അവർക്ക് സാധനം വിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും അത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു ആയുധം ഇറാന് നേരെ ഉപയോഗിച്ചാൽ തിരിച്ചുപയോഗിക്കുന്ന ഘട്ടത്തിൽ ഈ നിയമ പ്രശ്നങ്ങൾ ഇറാന് മുന്നിൽ ഉണ്ടാവുകയില്ല. അവിടെ ചോദ്യം ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയില്ല, അവിടെ ഇറാനെ എതിർക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അത്തരം സജ്ജീകരണങ്ങളെല്ലാം ഇറാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നില്ല.